ഗൈസ്, അപ്പോൾ ഓസ്ട്രേലിയ മല്ലു ട്രാവലറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അതായത് പുതിയതായിട്ട് വീട് മേടിക്കുമ്പോഴത്തേക്കുള്ള ഒരു പോയിന്റ് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. ഇനിയിപ്പം ഇന്നത്തെ പോയിന്റ് എന്താണ്? നമ്മള് ഡിസ്കഷൻ ചെയ്തുകൊണ്ടിരുന്നത് നമ്മൾ ലാൻഡ് മേടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളായിരുന്നു. കൺസ്ട്രക്ഷൻ ഫൈനലൈസ് ചെയ്യുന്നതിന് മുമ്പുള്ള കാര്യങ്ങളായിരുന്നു. അടുത്തത് ഒരു പുതിയ വീട് പണിയുമ്പോൾ ഉണ്ടാകുന്ന അഡ്വാൻറ്റേജസ് എന്തൊക്കെയാന്ന് നോക്കാം. അപ്പം മെയിൻ ആയിട്ട് നമ്മളിപ്പോ ഒരു പുതിയ വീട് കൺസ്ട്രക്ട് ചെയ്യുവാണെങ്കിൽ ഉണ്ടാകുന്ന അഡ്വാൻറ്റേജ്, അതിന് നമുക്ക് വാറണ്ടി പീരീഡ് ഒരു 7 years അല്ലെങ്കിൽ 10 years ഉള്ള വാറണ്ടി പീരീഡ് ഓൾറെഡി ഉണ്ട്. പിന്നെ പുതിയ വീടാകുമ്പോൾ മെയിൻ്റനൻസ് എപ്പോഴും കുറവായിരിക്കും. കൂടാതെ ഇപ്പൊ നമ്മളൊരു 30 years പഴക്കമുള്ള വീടും ഈ പുതിയ വീടുമായിട്ടുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഇതിന്റെ എനർജി എഫിഷ്യൻസി ഒത്തിരി മച്ച് ബെറ്റർ ആയിരിക്കും പുതിയ വീടിന്. അതായത് 6 അല്ലെ 7 സ്റ്റാർ ഉള്ള വീടുകളാണ് ഇപ്പൊ പണിയുന്നത്. ഡബിൾ ഗ്ലേസ്ഡ് വിൻഡോസ് ഉണ്ടായിരിക്കും, ഇൻസുലേഷൻ കുറച്ചുകൂടി നല്ലതായിരിക്കും. അതൊക്കെ വരുമ്പോൾ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എനർജി ബില്ലുകൾ, ഇലക്ട്രിസിറ്റി ഗ്യാസിന്റെ ഒക്കെ ബില്ല് വരുന്നത് വളരെ കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. അതായത് പഴയ വീടുകളിൽ താമസിച്ചിട്ടുള്ളവർക്ക് അറിയാം, നമ്മളിപ്പോ ഹീറ്റിംഗ് എത്ര മണിക്കൂർ ഇട്ട് കഴിഞ്ഞാലും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ആ ഹീറ്റിംഗ് അവിടെ കണ്ടെയ്ൻ ചെയ്ത് നിൽക്കുകയല്ല. അത് ഉടനെ തന്നെ നമുക്ക് പുറത്തു പോകുന്നതുകൊണ്ട് ഇൻസുലേഷൻ കറക്റ്റ് അല്ലാത്തതുകൊണ്ട് ആ ഒരു ഇതുണ്ട്. പുതിയ വീടാകുമ്പോഴത്തേക്ക് നമ്മുടെ വീട്ടില് ഹീറ്റിംഗ് ആ ഒരു കൺട്രോൾ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ മെയിൻ്റനൻസ് കുറവാണ്. പിന്നെ അടുത്തൊരു വീട് പണിയുമ്പോൾ നമ്മളുള്ള അഡ്വാൻറ്റേജസ് പറഞ്ഞതിനോടൊപ്പം തന്നെ ഒരു പോയിന്റ് പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്, നമ്മൾ ലാൻഡ് മേടിച്ചു എന്ന് സെറ്റിൽ ആവുന്നു അന്ന് തൊട്ട് നമ്മൾ ലാൻഡിന്റെ ലോൺ അടവ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ 300,000 ലാൻഡ് ആണെങ്കിൽ അതിന് എത്രയാണോ ലോൺ, അതിന്റെ അടവ് അപ്പൊ തൊട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ കൺസ്ട്രക്ഷൻ പ്രോസസ് എന്ന് പറയുന്നത് കൺസ്ട്രക്ഷന്റെ അപ്രൂവൽ തൊട്ട് കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആവുന്നതോടും വരെയുള്ളത് ഒരു 6 to 12 months പ്രോസസ്സാണ്. നമുക്ക് കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്ത് വീട് നമ്മുടെ കൈ കിട്ടും. പ്ലസ് ലാൻഡ് മേടിച്ച ഒരു സമയം കൂടെ കൂടുമ്പോൾ ഒരു ഏകദേശം ഒരു 15 to 18 months ഒക്കെ എടുക്കാറുണ്ട് ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ആകാനായിട്ട്. അപ്പൊ ഇത്രയും നാള് നമ്മൾ ലാൻഡിന്റെ ലോൺ മോർഗേജ് അടയ്ക്കുന്നുണ്ട്. കൂടാതെ കൺസ്ട്രക്ഷന്റെ സ്റ്റേജ് ബൈ സ്റ്റേജ് ആ ഒരു മോർഗേജ് അടയ്ക്കുന്നുണ്ട്. നമ്മൾ ഹോം ഓണർ ഗ്രാന്റ് കിട്ടുന്നു, സ്റ്റാമ്പ് ഡ്യൂട്ടി സേവിംഗ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഈ ഒരു ടൈം പീരീഡ് നോക്കുമ്പം അന്നേരം കൊടുക്കുന്ന ഇൻട്രസ്റ്റ് ഏകദേശം ഒക്കെ ഈക്വൽ ആയിരിക്കും. ആ ഇൻട്രസ്റ്റ് ഇതോടെ കമ്പയർ ചെയ്യുമ്പോൾ അത് ആൾക്കാർ യൂഷ്വലി അങ്ങനെ ശ്രദ്ധിക്കാറില്ല. ആ ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം. അതിനാ വെച്ചാൽ നമ്മൾ ഈ സെയിം ടൈമിൽ നമ്മൾ ഇൻട്രസ്റ്റും കൊടുക്കുന്നു, കൂടാതെ നമ്മൾ റെന്റും കൊടുക്കുന്നുണ്ട്. നമ്മൾ റെന്റൽ വീട്ടിൽ നിന്നുകൊണ്ടാണ് ഈ പ്രോസസ് കംപ്ലീറ്റ് ചെയ്യുന്നത്. പിന്നെ പുതിയ വീട് പണിയുന്നെന്ന് പറയുമ്പോഴത്തേക്ക് ഇതൊരു ഒത്തിരി സ്റ്റെപ്പുകൾ ഉള്ള ഒരു പ്രോസസ്സാണ്. ആ ഒരു പ്രോസസ്സ് എൻജോയ് ചെയ്യുന്നവർക്കായിരിക്കും ഇത് സ്ട്രെസ് ഇല്ലാതെ പോകാൻ പറ്റുന്നത്. ഇപ്പൊ പല സ്റ്റേജിലും നമ്മളിപ്പോ ബിൽഡറുമായിട്ട് സംസാരിക്കാൻ തുടങ്ങി, ചേഞ്ചസ് വന്നു, അല്ലെങ്കിൽ നമ്മളിപ്പോ ഒരു ഡിസ്പ്ലേ ഹോം കണ്ടിട്ട് നമ്മൾ പണിയാൻ ചെല്ലുമ്പോൾ ആ ഡിസ്പ്ലേ ഹോമിലുള്ള പല സാധനങ്ങളും ഈ നമ്മൾ ചെല്ലുന്ന ഇൻക്ലൂഷനകത്ത് കാണില്ല. ഈ ഡിസ്പ്ലേ ഹോം പണിതിട്ടിരിക്കുന്നത് മാക്സിമം അപ്ഗ്രേഡ് ചെയ്ത ഇൻക്ലൂഷനിലായിരിക്കും പണിതിട്ടിരിക്കുന്നത്. അപ്പൊ നമ്മള് കൺസ്ട്രക്ഷൻ സ്റ്റേജിൽ ചെന്ന് കളർ സെലക്ഷൻ ഒക്കെ ചെന്ന് ഓരോന്ന് ചൂസ് ചെയ്യുമ്പോൾ അത് ഒത്തിരി കോസ്റ്റ്ലി ആയിട്ട് വരാറുണ്ട്. അപ്പൊ ഈ ഫസ്റ്റ് ഹോം മേടിക്കുന്ന ഒരാൾക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് നമ്മളൊരു ബിൽഡറുടെ സെയിൽസ് പേഴ്സന്റെ അടുത്ത് ചെല്ലുമ്പോൾ നല്ലൊരു റിലേഷൻ അവരുമായിട്ട് നമ്മൾ ആദ്യം മൂലം ഉണ്ടായിരിക്കണം. അവർക്ക് ഒത്തിരി ഇൻസൈറ്റ് തരാൻ പറ്റും ഏതൊക്കെ ഏരിയയിൽ അപ്ഗ്രേഡ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ഫ്യൂച്ചർ ബെനിഫിറ്റ്, അല്ലെങ്കിൽ എന്തൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും, കോസ്റ്റ്ലി ആയിട്ടുള്ള മിസ്റ്റേക്കുകൾ ഒഴിവാക്കാൻ പറ്റും. ഇതൊക്കെ അവർക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അപ്പം അത് ആ പ്രോസസ്സ് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് വേണം ഇതിലേക്ക് പോകാനായിട്ട്. ഇനിയിപ്പോൾ ഇതെല്ലാം മാറിയിട്ട് നമുക്കൊരു ഈ പ്രോസസ്സിൽ കൂടി ഒന്നും പോകണ്ടാത്ത ഒരാളാണ്, നമുക്കൊരു എസ്റ്റാബ്ലിഷ്ഡ് വീട് മേടിക്കുമ്പം എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പം എസ്റ്റാബ്ലിഷ്ഡ് വീട് മേടിക്കുവാണെങ്കിൽ നമുക്കുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മളൊരു വീട് കാണുന്നു, ഇഷ്ടപ്പെടുന്നു, ബിൽഡിംഗ് ആൻഡ് പെസ്റ്റ് ഇൻസ്പെക്ഷൻ ചെയ്യുന്നു, വേറെ കുഴപ്പമൊന്നുമില്ലെങ്കിൽ നമ്മൾ സെറ്റിൽമെന്റ് ഡേറ്റ് ഫിക്സ് ചെയ്യുന്നു, സെറ്റിൽമെന്റ് കഴിയുന്നു, സ്ട്രേറ്റ് അവേ നമ്മൾ അന്ന് തന്നെ സെറ്റിൽമെന്റ് കഴിയുന്ന എന്നാണോ അന്ന് തന്നെ നമുക്ക് വീട്ടിലോട്ട് മൂവ് ചെയ്യാൻ പറ്റും. അതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. നമ്മുടെ റെന്റൽ അപ്പൊ തന്നെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നു, അവിടെ തന്നെ അന്ന് തന്നെ നമുക്ക് കയറാൻ പറ്റുന്നുണ്ട്. അപ്പൊ ആ ഒരു ഈ ഡബിൾ പേയ്മെന്റ് വരുന്ന ഒരു പീരീഡ് എസ്റ്റാബ്ലിഷ്ഡ് ഹോം വരുമ്പോൾ ഇല്ല. പക്ഷേ ഒരു ഫസ്റ്റ് ഹോം ബയറിന് പലപ്പോഴും സംഭവിക്കുന്നത്, ഫോർ എക്സാമ്പിൾ വിക്ടോറിയ പോലുള്ള സ്റ്റേറ്റ് ആണെങ്കിൽ ഇവിടെ 600,000 വരെയുള്ള കോസ്റ്റിനേ ഉള്ളൂ സ്റ്റാമ്പ് ഡ്യൂട്ടി എക്സംഷൻ ഉള്ളൂ. അതിന് മേളിലുള്ള
വീടുകൾക്ക് അല്ല അതിന് മേളിലുള്ള പ്രൈസ് റേഞ്ചിന് സ്റ്റാമ്പ് ഡ്യൂട്ടി വരുന്നുണ്ട്. ഒരു നോർമൽ ഒരു വീടിനൊക്കെ ഇപ്പോൾ ഒരു 750-800,000 റേഞ്ചിലാവും. ഇപ്പം 800,000 ഉള്ള ഒരു എസ്റ്റാബ്ലിഷ്ഡ് വീടാണ് മേടിക്കുന്നെങ്കിൽ നമുക്ക് സ്റ്റാമ്പ് ഡ്യൂട്ടി തന്നെ 43,000 ആവുന്നുണ്ട് വിക്ടോറിയയിൽ. അപ്പൊ അതെന്ന് പറയുന്നത് ഒരു വലിയൊരു ബിഗ് എമൗണ്ട് ആണ്. ഒരു ബിഗിനറെ സംബന്ധിച്ചിടത്തോളം 5% നമുക്ക് സേവിങ് വേണം. പ്ലസ് ഇതുകൂടെ വരുമ്പോഴത്തേക്ക് അവരെ ആ ഡ്രീമിലേക്ക് എത്താനായിട്ട് ഒത്തിരി സമയം എടുക്കും. അല്ല പിന്നെ നമ്മൾ ആദ്യമേ ചെറിയൊരു വീട് എടുത്തിട്ട് പിന്നെ അതെ, ഇത് ഒരു വൺ ഫിറ്റ് സൊല്യൂഷൻ ഇല്ല ഇതിനകത്ത്. ഓരോരുത്തരുടെ സിനാരിയോ ഡിഫറെന്റ് ആണ്. അതിനനുസരിച്ച് വേണം നമ്മൾ ചെയ്യാനായിട്ട്. ഇപ്പൊ പൈസ ഉള്ള ഒരാളാണ് ഈ പ്രശ്നമില്ല. ഇപ്പൊ 5% ഉണ്ട് സ്റ്റാമ്പ് ഡ്യൂട്ടി ഉള്ള ഒരാളാണ് ഈ പ്രോസസ് കൂടെ ഒന്നും പോകണ്ട. അതാകുമ്പോൾ അവർക്ക് എളുപ്പമുണ്ട്. പിന്നെ എസ്റ്റാബ്ലിഷ്ഡ് വീട് മേടിക്കുമ്പോൾ മിക്കവാറും തന്നെ എസ്റ്റാബ്ലിഷ്ഡ് സബർബുകളിൽ അമ്യൂണിറ്റീസ് എല്ലാം ഉണ്ടായിരിക്കും. സ്കൂള്, റോഡ്, ബാക്കിയുള്ള ഷോപ്പിംഗ് സെന്റർ ഇതെല്ലാം ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിരിക്കും. അടുത്തൊരു പോയിന്റ്, വലിയൊരു പോയിന്റ് എന്ന് പറയുന്നത് എസ്റ്റാബ്ലിഷ്ഡ് വീട് മേടിക്കുമ്പോൾ നമ്മൾ വീടും സ്ഥലവും മാത്രമല്ല മേടിക്കുന്നത്. ഇതിന് മുമ്പത്തെ പ്രീവിയസ് ഓണർ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന ഓൺ ഗോയിങ് ആഡ് ഓൺസ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബ്ലൈൻഡ്, നമ്മളൊരു പുതിയ വീട് പണിയിക്കുമ്പോൾ നമുക്ക് ബ്ലൈൻഡ് കിട്ടുന്നില്ല. പക്ഷേ ഓൾറെഡി താമസിച്ച ആള് ബ്ലൈൻഡ് എല്ലാം ചെയ്തിട്ടുണ്ടായിരിക്കാം, സോളാർ ചെയ്തിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ലാൻഡ്സ്കേപ്പിംഗ് എല്ലാം ഫുള്ളി കംപ്ലീറ്റ് ചെയ്തതായിരിക്കാം. നമ്മള് ഈ കാര്യങ്ങളെല്ലാം ഒരു ആഡ് ഓൺ പാക്കേജ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. പക്ഷെ നമ്മൾ വീട് പണിയിക്കുമ്പോൾ ഇതെല്ലാം നമ്മൾ പിന്നീട് അഡീഷണൽ ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതിന്റെ ഒരു കോസ്റ്റ് കൂടെ നമ്മൾ എക്സ്പെക്ട് ചെയ്യണം. അപ്പൊ ആ പ്രോസ് ആൻഡ് കോൺസ് രണ്ടിനും ഉണ്ട്. അതിന്റെ അഡ്വാൻറ്റേജസ് ഇൻഡിവിജ്വൽ സിനാരിയോ അനുസരിച്ച് ഡിഫറെന്റ് ആണ്. ഇതെല്ലാം ഒരു ഫസ്റ്റ് ഹോം സിനാരിയോയിലാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. ഇവിടെ കുറെ നാൾ താമസിച്ചിട്ട് അപ്ഗ്രേഡ് ചെയ്യുന്നവർക്ക് ഇതൊന്നും ബാധകമല്ല. അവരുടെ ഫിനാൻഷ്യലി ഓക്കെ ആയിരിക്കാം, അവരുടെ ഡ്രീം ഹോമിലേക്ക് എത്തുന്നതായിരിക്കാം. അപ്പൊ അന്നേരം അവർക്ക് അതിനനുസരിച്ച് ചെയ്യാൻ പറ്റും, അവർക്ക് സേവിങ് ഉണ്ടെങ്കിൽ. പിന്നെ കൂടാതെ ഇപ്പം UK അല്ലെങ്കിൽ ന്യൂസിലാൻഡിൽ നിന്നൊക്കെ മൈഗ്രേറ്റ് ചെയ്യുന്ന ഒരാളാണ്, ഇപ്പോൾ ഒരു 40s ഉള്ള ഒരാളാണ്, അവർക്ക് ഇനിയിപ്പോൾ ഒരു വീട്ടിൽ താമസിച്ചു പിന്നെ മാറാനൊന്നും താല്പര്യമില്ലാത്ത ഒത്തിരി പേരുണ്ട്. അപ്പൊ അവർക്കെന്ന് പറയുന്നത് ആ സ്ട്രേറ്റ് അവേ അവരുടെ ഡ്രീം ഹോമിലേക്ക് എത്തുവാണ് താല്പര്യമെങ്കിൽ അവർ ചിലപ്പം നല്ലൊരു വീട് പണിയുമായിരിക്കും ചെയ്യുന്നത്. അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള നല്ലൊരു വീട് സ്ട്രേറ്റ് അവേ മേടിക്കുന്നവരായിരിക്കാം. ആ സിനാരിയോ അനുസരിച്ച് വ്യത്യാസമുണ്ട്. ഒരു പോയിന്റ് ആഡ് ചെയ്യാനുള്ളത്, ഈ കോവിഡിന് മുമ്പും അല്ലെങ്കിൽ ഡ്യൂറിങ് ദ കോവിഡ് അല്ലെങ്കിൽ കോവിഡിന് ശേഷവും എന്ന് പറയുന്നത്, ഈ കോവിഡിന് മുമ്പ് ലാൻഡ് മേടിച്ച് നമ്മൾ വീട് പണിയുമ്പം ലാൻഡിന്റെ വാല്യൂ എപ്പോഴും കുറവായിരുന്നു. പ്ലസ് കൺസ്ട്രക്ഷൻ കോസ്റ്റും കുറവായിരുന്നു. അപ്പൊ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് വീട് മേടിക്കുമ്പോഴത്തേക്ക് അതിനേക്കാളും കോസ്റ്റ് എപ്പോഴും കൂടിയാണ് വന്നിരുന്നത്. അതുകൊണ്ട് ആ സമയത്തൊക്കെ എല്ലാവരും ചെയ്തിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ലാൻഡ് മേടിക്കുന്നു, പിന്നെ ഒരു കൺസ്ട്രക്ഷൻ ചെയ്ത് ഒരു വീട് പണി തീർക്കുവാണെങ്കിൽ നമുക്ക് നമ്മുടെ ബഡ്ജറ്റിൽ തീർക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. ആ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു. ഇപ്പൊ ആ സിനാരിയോ കുറച്ചുകൂടെ മാറി. ബഡ്ജറ്റിന് ശേഷം ഒത്തിരി വ്യത്യാസം വന്നിട്ടുണ്ട്. സപ്ലൈ പതുക്കെ കൂടി വരുവാണ് മാർക്കറ്റിൽ. എസ്റ്റാബ്ലിഷ്ഡ് വീടുകളിൽ സപ്ലൈ കൂടി വരുവാണ് ഇപ്പം. കൂടാതെ ലാൻഡിന്റെയും കൺസ്ട്രക്ഷന്റെയും കോസ്റ്റ് കോവിഡിന് ശേഷം വളരെയധികം കൂടി. ആ ഒരു സിനാരിയോയില് ചിലപ്പോൾ നമ്മൾ പണിയിച്ചു വരുമ്പോഴത്തേക്ക് ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് വീടിനേക്കാളും കോസ്റ്റ് നമുക്കാകുന്നുണ്ട്. അപ്പൊ ആ ഏരിയ അനുസരിച്ച് ഇതിന് വ്യത്യാസമുണ്ട്. ആ ഏരിയ അനുസരിച്ച് കമ്പയർ ചെയ്യണം, ആ മാർക്കറ്റ് നോക്കണം, എന്നിട്ട് വേണം ഈ ഒരു ഡിസിഷനിലേക്ക് എത്താനായിട്ട്. ഇതൊരു എളുപ്പമുള്ള ഒരു ഇതല്ല. ഫസ്റ്റ് ഹോം ബയറിനെ സംബന്ധിച്ചിടത്തോളം ഇത് കുറച്ച് ഹാർഡാണ്. പക്ഷേ ഞാൻ പറയുന്നത് എപ്പോഴും ഇതൊരു 6 months പ്രോസസ് ആണ്. നമ്മൾ റഷ് ചെയ്യാൻ പാടില്ല. ആ ഒരു ഡിസിഷൻ കറക്റ്റായിട്ട് നോക്കി ചെയ്യുവാണെങ്കിൽ അവർക്ക് ലൈഫ് ലോങ് അതിന്റെ ഒരു ബെനിഫിറ്റ് കിട്ടും. നമ്മളൊരു ആ ഒരു സപ്പോർട്ട് യൂഷ്വലി ക്ലയൻസ് വരുമ്പോഴത്തേക്ക് നമ്മൾ കൊടുക്കാറുണ്ട്. അവർക്ക് അതിന്റെ ഒരു ബെനിഫിറ്റ് ഉള്ളതായിട്ട് ആൾക്കാർ പറയാറുമുണ്ട്. സോ ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ജോബിനെ കോൺടാക്ട് ചെയ്യാമല്ലോ അല്ലേ? തീർച്ചയായിട്ടും നമ്മള് കോണ്ടാക്ട് ചെയ്യുമ്പോൾ ഒരു ഡിഫറൻസ് ഞാൻ എപ്പോഴും പറയാറുള്ളത്, എൻ്റെ അടുത്ത് വരുന്ന ഇപ്പൊ നമ്മളിപ്പോ ഫുഡ് കഴിക്കാൻ പോവുകയാണെങ്കിൽ നമുക്ക് ഫാസ്റ്റ് ഫുഡ് സർവീസും ഉണ്ട്, ഡൈനിങ് സർവീസും ഉണ്ട്. അപ്പൊ ഞാൻ പറയും, എൻ്റെ അടുത്ത് വരുന്നവരോട് ആദ്യമേ തന്നെ പറയും, ഞാൻ ഇത് ഫാസ്റ്റ് ഫുഡ് സർവീസ് അല്ല, ഞാൻ ഡൈനിങ് സർവീസ് ആണ്. വരുന്ന ആൾക്ക് അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത് A to Z കാര്യങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് സപ്പോർട്ട് ചെയ്താണ്. അവരുടെ ഹാപ്പിനെസ് കംപ്ലീറ്റ് ആയിട്ട് കണ്ടതിന് ശേഷം മാത്രമേ ഉള്ളൂ നമ്മൾ ആ സർവീസ് ഫിനിഷ് ആവുന്നുള്ളൂ. അല്ല, അതാണല്ലോ വേണ്ടത്. തീർച്ചയായിട്ടും നമ്മുടെ കസ്റ്റമർ ഹാപ്പി ആയിരിക്കുക എന്നുള്ളതാണ് നമുക്ക് വേണ്ടത്. അല്ലാതെ നമ്മുടെ ഒരു ഗ്രീഡിനെസ് ഇതിനകത്ത് വന്നു കഴിഞ്ഞാല് അത് ലോങ് ടേമിലേക്ക് ജോബിന്റെ ബിസിനസിനെ തന്നെ അത് ബാധിക്കത്തേ ഉള്ളൂ അല്ലെ? ആ ബിസിനസിനേക്കാൾ ഉപരിയായിട്ട് ഒരാള് അല്ലെ ഒരു ഫാമിലി ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഒരു വീട്ടിലോട്ട് കയറുമ്പം
അതാണ് എന്റെ ഒരു ഹാപ്പിനെസ് എന്ന് Yeah, പറയുന്നത്. yeah, ആ ഒരു സർവീസാണ് ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നത്. അതെ അതെ അതെ. അപ്പൊ ഗൈസ്, അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു ടോപ്പിക്ക്. അപ്പം നമ്മള് പുതിയ ഹോം മേടിക്കുന്നതിന്റെ 2 വീഡിയോ ഇപ്പം ഓൾറെഡി ചെയ്തു കഴിഞ്ഞു. അപ്പം ഇനിയും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ജോബിന്റെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളും എല്ലാം വീഡിയോയുടെ അടിയിൽ തന്നെയുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ജോബിനെ കോൺടാക്ട് ചെയ്യാം. അപ്പൊ ഗൈസ്, വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും ഒരു നല്ല നമസ്കാരം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.